നമസ്കാരം, ഞാൻ രമ്യ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഞാൻ എപ്പോഴും പറയേണ്ട ഈസി റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഗ്രീൻ പീസ് കുറുമയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗ്രീൻ പീസ് കുറുമ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, സാദാ ജീരകമല്ല പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ പോപ്പി സീഡ്സ്, കശകശ അല്ലെങ്കിൽ കസ്കസ്. മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു കശകശ എന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നേരത്തെ ഞാൻ കാണിച്ച മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്, ഗ്രീൻ പീസ് കുറുമ. ഞാനപ്പോൾ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിലോട്ട് 3 ഏലയ്ക്ക. നമുക്ക് ആദ്യം കുറച്ച് ഹോൾ ഗരം മസാലാസ് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം 3 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, 2 കഷ്ണം വഴനയില, അതായത് ബേലീസ്. എൻ്റെ കയ്യിൽ നിന്ന് കീറിപ്പോയി, അതുകൊണ്ട് 2 എണ്ണം ഇരിക്കുന്നത്. അതുകൊണ്ട് മൊത്തം 3 എണ്ണം ഇരിക്കുന്നത്. 2 എണ്ണം മതിയാവും. 2 വലിയ ബേലീസ് മതിയാവും. ചെറുതാണെങ്കിൽ 3 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, അതായത് ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് നന്നായി, എണ്ണ ഓൾറെഡി ചൂടായിരിക്കുകയാണ്, എണ്ണയിലോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നന്നായി റോസ്റ്റായി വരുമ്പോൾ നല്ല മണം വരും ഗരം മസാലയുടെ. ചിലപ്പോൾ ഏലക്കയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായി റോസ്റ്റായി മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് നന്നായി വളരെ ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാള, ഞാൻ ഏകദേശം വലിയൊരു സവാളയാണ് അവിടെ എടുത്തിരിക്കുന്നത്, ചെറുതാക്കി കട്ട് ചെയ്താണ്. അതിൻ്റെ കൂടെ ഒരു വലിയ പച്ചമുളക്, അതും അരിഞ്ഞത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ വേണമെങ്കിൽ കീറിയിട്ടോ 2ആക്കി കീറിയിട്ടിടാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. സവാളയുടെയും പച്ചമുളകെല്ലാം, സവാള പെട്ടെന്ന് ട്രാൻസ്പെറൻ്റായി കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് കുക്കായി വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടികളിൽ ചതച്ച് വെച്ചതാണ്, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ വരും. കുറുമയല്ലേ, അപ്പോൾ ഇതിൽ മല്ലിയിലയും വേണം, കറി ലീവ്സും വേണം, കറിവേപ്പിലയും വേണം. നന്നായി സോട്ടായി വന്ന് കറിവേപ്പില എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. ഞാനിപ്പോൾ വലുതായതുകൊണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഗ്രീൻ പീസ്, അതായത് പച്ചപ്പട്ടാണി വേവിച്ച് കുക്കറിൽ 5-6 വിസിൽ വരുന്നവരെ നന്നായി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് ഓൾറെഡി. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രഷറെല്ലാം റിലീസായി കുക്കർ തുറന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. തക്കാളി നന്നായി വെന്ത് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഓരോ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തു. മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ വെറും കാശ്മീരി മുളക് പൊടി മാത്രം ആഡ് ചെയ്യാം.
അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് നോക്കുക, നല്ലോണം ഗരം മസാലയുടെ കുത്തൽ വരാൻ പാടില്ല. ഒരു ഗരം മസാല കമ്പനി പോലെ ഇരിക്കും. ഞാനത് വീട്ടിൽ പൊടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാലയിൽ ഇരുന്ന പീസ് നന്നായി മസാലയൊക്കെ വലിച്ചെടുത്ത് ആ ടേസ്റ്റ് എല്ലാം വരും. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഓൾറെഡി ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. പിന്നെ നമ്മൾ ആദ്യം സവാളയിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ആഡ് ചെയ്ത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. നന്നായി തിളച്ച് ചെറുതായി ഒന്ന് വെള്ളം വറ്റി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, അതായത് നമ്മൾ അരച്ച് വെച്ചത് കുറച്ച് പെരിഞ്ചീരകം, കശകശയും തേങ്ങയും ഇട്ടിട്ട് അരച്ച് വെച്ചതാണ്, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് പീസ് ഏകദേശം 1 കപ്പോളം ഉണ്ട് വേവിച്ച് വന്നപ്പോൾ, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. നന്നായി കുക്കായി വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്തത്, ഇളക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അവസാനമായി തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. ഈ ഒരു പരുവമാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കുറുമ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.